ഒരു മെഴുകുതിരി പോലെ സ്വയം ഉരുകിക്കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പ്രകാശം പരത്താനായി മാത്രം ജീവിക്കുന്ന ഋഷി പാരമ്പര്യം പിന്തുടരുന്ന മഹാതപസ്വിയും പരമഗുരുവും പ്രത്യക്ഷ ദൈവവുമായ അന്ത്യശരണം ദക്ഷിണേശ്വര ഭഗവാൻ ഗുരുബാബയുടെ പ്രബോധനം ആസ്പദമാക്കിയാണ് ഈ വീഡിയോ. നിഗൂഢങ്ങളായ പൂജാവിധികളിൽ അതിനിഗൂഢമായതാണ് ദേവീ പൂജ. അതിനിഗൂഢങ്ങളായ ദേവീ പൂജയിൽ അത്യതിനിഗൂഢമായതാണ് നവരാത്രി പൂജ. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് പ്രതിപദം മുതൽ നവമി വരെയുള്ള 9 തിഥികളിൽ തുടർച്ചയായ രാത്രികളിലും അഷ്ടമി, നവമി, ദശമി എന്നീ തിഥികളിലെ പകലുകളിലുമായി ആദിപരാശക്തിയിൽ മൂലപ്പെട്ടുള്ള ശ്രീ ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നതിനായുള്ള പ്രസാദ പൂജയാണ് നവരാത്രി പൂജ. ശ്രീ ഭഗവതിയുടെ ദുർഗ, സരസ്വതി, ലക്ഷ്മി എന്നീ ത്രിമൂർത്തി ഭാവങ്ങളെ നിദാനപ്പെടുത്തിക്കൊണ്ട് അഷ്ടമി, നവമി, ദശമി തിഥികളിലെ പകലുകളിൽ സമൂലമൂല പൂജകളും നവഗ്രഹങ്ങളെ അക്ഷരരൂപേണ പ്രതിനിധാനം ചെയ്യുന്ന ആദിപരാശക്തിയുടെ നവഭാവങ്ങളെ അമാവാസി കഴിഞ്ഞുള്ള 9 തിഥികളിലെ രാത്രികളിൽ അക്ഷരപൂജയും സഹിതം നിവർത്തിക്കപ്പെട്ടുകൊണ്ട് പൂർത്തീകരിക്കുന്നതാണ് നവരാത്രി പൂജ. നവരാത്രി പൂജയിലൂടെ നവജീവിതഗതി കൈവരിക്കപ്പെടണം. ലാളിത്യത്തിനുടമയായ ഭഗവതിയുടെ പരിരക്ഷയും അനുഗ്രഹവും കിട്ടുന്നതിന് ദേവി ഉപാസകനായ പരമഗുരുവിൽ പൂർണ്ണ വിശ്വാസത്തോടെ ജീവിതത്തിൽ മിതത്വവും ലാളിത്യവും അവലംബിക്കണം. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ജീവിതഗതിക്ക് നിദാനമായ ബുദ്ധിശക്തിക്ക് അധിപതിയായ ദേവിയെ നമിക്കുന്നേൻ. എത്ര ദീപങ്ങൾ പ്രകാശം പരത്തിയാലും സൂര്യനുദിക്കാതെ രാത്രിയുടെ അന്ധകാരം ഒഴിയില്ല എന്നതുപോലെ സദ്ബുദ്ധി അവലംബിക്കാത്ത ആരാധനകൾക്ക് ഫലം സിദ്ധിക്കില്ല. അടിയുറച്ച ജീവിത വിജയത്തിന് അടിയുറച്ച സദ്ബുദ്ധിയും നിശ്ചയദാർഢ്യവും അവലംബിക്കണം. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിൻ്റെ അനുസ്മരണമായും ഈ ദിനങ്ങളെ കാണുന്നതിനാൽ സദാ ദേവീസ്മരണയോടെ സ്വന്തം തിന്മകളെയും ആസുരഭാവങ്ങളെയും കീഴടക്കി പല ശീലക്കേടുകളും വെടിഞ്ഞ് നന്മയും സാത്വികതയും കൈവരിച്ച് സ്വയം നവീകരിക്കപ്പെടുകയാണ് നവരാത്രിയിൽ വേണ്ടത്. വിജയദശമി ഈ നവീകരിക്കലിൻ്റെ വിജയം കുറിക്കുന്നതാകണം. ഇങ്ങനെ സ്വയം നവീകരിക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയെയും ജീവിത വിജയം നേടുന്നതിന് മഹാദേവി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദേവിയെ എങ്ങനെ ആരാധിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ദേവി പ്രീതിക്ക് ഇടയാക്കുന്ന നിഷ്ഠകൾ കൃത്യമായി പാലിക്കുക എന്നതാണ്. നവരാത്രി കാലത്തെ നിഷ്ഠകളിൽ സുപ്രധാനമാണ് മത്സ്യമാംസങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് ശുദ്ധ സസ്യഭുക്കാകുക എന്നത്. വീട്ടിൽ മത്സ്യമാംസങ്ങൾ പാചകം ചെയ്യുന്നില്ലെങ്കിലും പുറത്തുപോയി അവ കഴിക്കുന്നത് ന്യായീകരിക്കാനാവില്ല തന്നെ. മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഒരേപോലെ പ്രധാനമാണ്. ഇനി പറയുന്നവ അന്ത്യശരണം ഗുരുബാബയല്ലാതെ മറ്റാരും പറഞ്ഞു തന്നിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ്. ത്യാഗത്താലും സഹനത്താലുമല്ലാതെ ദേവീപ്രീതി നേടാൻ കഴിയില്ല. ശക്തിസ്വരൂപിണിയായ ദേവിയെ സാത്വിക രൂപേണ ആരാധിക്കുകയും അതിനനുസരണമായ നിഷ്ഠകൾ പാലിക്കുകയും ചെയ്താൽ മാത്രമേ ശരിയായ ഫലം സിദ്ധിക്കുകയുള്ളൂ. ആർഭാടവും പൊങ്ങച്ചവും കാണിച്ചും ദരിദ്രർക്ക് കഴിയാത്ത വലിയ ചെലവുള്ള പൂജകളും വഴിപാടുകളും നടത്തിയും നവരാത്രി ആഘോഷിച്ചാൽ ദേവീപ്രീതിക്ക് പകരം ദേവിയുടെ ശാപമാണ് നേരിടുക. നവരാത്രി ആഘോഷിക്കുകയല്ല, അനുഷ്ഠാനബദ്ധമായ ജീവിത രീതികളാൽ ആചരിക്കുകയാണ് വേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നവരാത്രി കാലത്ത് വിശേഷിച്ചും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നത് ഏവർക്കും അറിയാവുന്നതാണല്ലോ. പുലർച്ചെ 4:30 മണിയോടെ ഉണർന്ന് കുളിച്ച് ദേവിക്ക് വിളക്ക് വെച്ച് ആ വിളക്കിൽ നിന്ന് അഗ്നി പകർന്നു വേണം പാചകം തുടങ്ങുന്നത്. വിളക്കിൽ നിന്ന് അഗ്നി പകർന്നെടുക്കുന്നതിന് ചെറിയ കൊടിവിളക്കാണ് നല്ലത്. അഗ്നി പകരുമ്പോൾ ഓം അഗ്നയേ സ്വാഹ അഗ്നയേ ഇദം ന മമ എന്ന അഗ്നിമന്ത്രവും പാചകം ചെയ്യുമ്പോൾ ഗായത്രി മന്ത്രവും ജപിക്കണം. പാചകവേളയിൽ ഗായത്രി മന്ത്രം മൗനമായി ജപിച്ചാൽ മതിയാകും. നവരാത്രിയിൽ തലേന്നത്തെ ഭക്ഷണം കഴിക്കരുത്. അതിനാൽ ഭക്ഷണം ബാക്കിയാവാനോ കളയാനോ ഇടയാകാതെ ആവശ്യത്തിന് മാത്രം തയ്യാറാക്കണം. അന്നം പാഴാക്കുന്നവരെ അന്നപൂർണേശ്വരിയുമായ ദേവി അനുഗ്രഹിക്കില്ല. അന്നം എന്നാൽ ചോറ് മാത്രമല്ല, ജീവൻ നിലനിർത്തുന്ന ഏതുവിധ ഭക്ഷണപാനീയങ്ങളും അന്നം തന്നെയാണ്. രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങളൊന്നും മാറ്റിവെക്കാതെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് അടുക്കളയും തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഉറങ്ങാവൂ. അടുക്കള എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കുന്നുവോ അത്രത്തോളം ലക്ഷ്മി കടാക്ഷവും ഉണ്ടാകും. നവരാത്രി കാലത്ത് സ്വന്തം വീട്ടിൽ തയ്യാറാക്കിയ സാത്വിക ഭക്ഷണം മാത്രം കഴിക്കണം. ദേവിക്ക് രസിക്കാത്ത ചുമന്ന മുളക്, അമിതമായ എരിവ്, പുളി, അമിതമായ ഉപ്പ്, മസാലകൾ ഇവ ചേർക്കാതെ സാത്വിക ഭക്ഷണമാണ് കഴിക്കേണ്ടത്.
ചുമന്ന മുളകിന് പകരം പച്ചമുളകും കുരുമുളകും ആകാം. പുറമേ നിന്നുള്ള പാചകം ചെയ്ത ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. തീരെ കഴിയാത്ത സാഹചര്യമെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമെങ്കിലും പുറം ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. അഥവാ സന്ധ്യയ്ക്ക് ശേഷം പുറത്തുനിന്ന് കഴിക്കേണ്ടി വന്നാൽ പാചകം ചെയ്യാത്ത പഴങ്ങളും പച്ചക്കറികളും കഴിക്കാം. നവരാത്രി കാലത്ത് സദ്യ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വിശേഷിച്ചും ചതുർത്ഥി, ഷഷ്ഠി, അഷ്ടമി, നവമി തിഥികളിലെ സദ്യ സൽക്കാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക തന്നെ വേണം. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു നവരാത്രി കാലത്ത് വിദേശ പര്യടന വേളയിൽ സൽക്കാരത്തിലെ വിശിഷ്ട വിഭവങ്ങളൊന്നും തൊടുക പോലും ചെയ്യാതെ ശുദ്ധജലം മാത്രം കഴിച്ചത് എല്ലാ മാധ്യമങ്ങളിലും പ്രധാന വാർത്തയായി വന്നിരുന്നു. ഇത്ര പ്രധാനപ്പെട്ട ആ വാർത്ത നാം സൗകര്യപൂർവ്വം മറന്നു. നവരാത്രി ആചരിക്കാൻ താല്പര്യപ്പെടുന്നവർ മാത്രമല്ല, എല്ലാ ഹിന്ദുക്കളും ഒരിക്കലും മറക്കരുതാത്ത ഒരു വാർത്തയാണത്. നവരാത്രിയിലെ സ്വന്തം നിഷ്ഠകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഏത് സാഹചര്യത്തിലും തയ്യാറാകാതെ നിശ്ചയബുദ്ധി പുലർത്തിയ അദ്ദേഹം വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാത്ത ഹിന്ദുകുലത്തിനൊട്ടാകെ മാതൃകയായി നിലകൊള്ളുന്നു. നവരാത്രി കാലത്ത് ദിനവും 2 നേരം കുളിക്കണം. പഞ്ചസ്നാനമാണ് വിധിയെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ മിക്കവർക്കും അതിന് കഴിയാത്തതിനാൽ 2 നേരമായി കുളി ഒതുക്കാം. കഴുകി ഉണക്കിയ വസ്ത്രങ്ങളാവണം കുളിച്ച ശേഷം ധരിക്കേണ്ടത്. ലാളിത്യവതിയായ ദേവിയുടെ പ്രീതി നേടുന്നതിന് കടും നിറത്തിലുള്ളതോ വിലയേറിയതോ തിളക്കമാർന്നതോ ആകർഷകമായതോ ആയ വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിക്കാതിരിക്കണം. ആഭരണങ്ങളും ഏറ്റവും ലളിതമായിരിക്കണം. നവരാത്രിയിൽ പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങുകയോ ധരിക്കുകയോ ചെയ്യരുത്. കഴിയുമ്പോഴെല്ലാം കാലുകൾ കഴുകി തുടയ്ക്കണം. കലി കയറാത്ത വിധം കാലുകൾ ശ്രദ്ധയോടെ കഴുകി തുടച്ച് അഴുക്കും പൊടിയും പറ്റിയിരിക്കാതെ ശ്രദ്ധിക്കണം. ഉറക്കം മിതമായിരിക്കണം. ഉറങ്ങാൻ വേണ്ടി മാത്രം ഉറങ്ങുക എന്ന നിലപാടായിരിക്കണം. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ അത്രയും ഇഷ്ടമന്ത്രങ്ങളും ദേവീസ്തുതികളും അവിരാമം മനസ്സിൽ ജപിക്കണം. അമിതമായി ആഹ്ലാദിക്കാതെയും പരിധിയിലധികം ദുഃഖിക്കാതെയും ദുശ്ചിന്തകൾ ഒഴിവാക്കി സദ്ചിന്തകൾ മാത്രമായിരിക്കണം. നവരാത്രിയിൽ ഏറെ അനുഷ്ഠാനപ്രധാനമായ തിഥികളാണ് ചതുർത്ഥി, ഷഷ്ഠി, അഷ്ടമി, നവമി തിഥികൾ. ഈ തിഥികളിലെ വ്രതാനുഷ്ഠാനം എന്തിനെല്ലാം ഉപകരിക്കുമെന്ന് നോക്കാം. കാരണമായോ അകാരണമായോ മറ്റുള്ളവരിൽ നിന്നും നിന്ദയും പീഡകളും പരിഹാസവും ശാസനയും കുറ്റപ്പെടുത്തലുകളും മൂലവും അപവാദവും അപമാനവും മൂലവും മനോവ്യഥ അനുഭവിക്കുന്നവർ നവരാത്രിയിലെ ചതുർത്ഥിയിൽ പാചക ഭക്ഷണങ്ങൾ കഴിക്കാതെ പാചകം ചെയ്യാത്ത പഴങ്ങളും പച്ചക്കറികളും കഴിച്ചുകൊണ്ട് മധ്യമോപവാസം അനുഷ്ഠിക്കണം. സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടവരും കടമുള്ളവരും ധനം മുതൽ മുടക്കിയ സംരംഭകരും നവരാത്രിയിലെ ഷഷ്ഠിയിൽ പാചക ഭക്ഷണങ്ങൾ കഴിക്കാതെ പാചകം ചെയ്യാത്ത പഴങ്ങളും പച്ചക്കറികളും കഴിച്ചുകൊണ്ട് മധ്യമോപവാസം അനുഷ്ഠിക്കണം. കുടുംബദോഷ നിവാരണത്തിന് നവരാത്രി ഷഷ്ഠിയിൽ പൂർണ്ണ ഉപവാസമാണ് നല്ലത്. അർഹമായ പദവിയോ മതിയായ കർമ്മജയമോ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഐശ്വര്യം ആഗ്രഹിക്കുന്ന കുടുംബിനികളും തൊഴിൽ സംരംഭകരും അഷ്ടമിയിൽ പാചക ഭക്ഷണം ഒഴിവാക്കി പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. അല്ല എങ്കിൽ ശ്രീ മൂകാംബിക അന്നപ്രസാദം കഴിക്കാം. മഹാനവമിയിൽ പൂർണ്ണ ഉപവാസമാണ് നല്ലത്. അല്ലെങ്കിൽ പകൽ സമയം പഴങ്ങളും പച്ചക്കറികളും കഴിച്ചുകൊണ്ടുള്ള മധ്യമ ഉപവാസവും ആകാം. മഹാനവമി രാത്രി 12 മണിക്ക് ശേഷം 7 വിഭവങ്ങളോടെ പ്രത്യേക സദ്യ കഴിക്കാം. അതിന് രാത്രി 7 മണിക്ക് പച്ചക്കറികൾ ഒരുക്കി 9 മണിക്ക് പാചകം തുടങ്ങാം. ശ്രീ മൂകാംബിക അന്നപ്രസാദം, വെള്ള നിവേദ്യം, ചോറ്, രസം, തോരൻ, അവിയൽ, പായസം എന്നീ 7 വിഭവങ്ങളോടെയുള്ള സദ്യ കഴിക്കാം. വിജയദശമിയിൽ സാത്വിക ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഈ രീതിയിൽ നവരാത്രി ആചരിച്ചാൽ ദേവി പ്രീതി ഉറപ്പാക്കാം. കുഞ്ഞുങ്ങൾക്ക് ചോറൂണിനും വിദ്യാരംഭത്തിനും വിജയദശമി ഉത്തമ തിഥിയാണ്. എന്നാൽ ഇതിന് കന്നിമാസ നവരാത്രി വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഗുരുവായൂരിലെ ഗുരുബാബ ആശ്രമത്തിൽ എല്ലാ മാസവും നവരാത്രി പൂജ നടക്കുന്നതിനാൽ എല്ലാ മാസവും ശുക്ലപക്ഷ ദശമിയിൽ ഇതിന് സൗകര്യമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ചോറൂണും എഴുത്തിനിരുത്തും നടത്തുന്ന മാതാപിതാക്കൾ അഷ്ടമി മുതൽ 18 ദിവസം സസ്യഭുക്കാകുകയും ബ്രഹ്മചര്യം പാലിക്കുകയും ചെയ്താൽ സന്താനങ്ങളുടെ സദ്ഗതിക്ക് ഇടയാകും. ഈ വിലപ്പെട്ട അറിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നവരാത്രി ആശംസകൾ.